രാവിലെ ചായയും കുടിച്ചുകൊണ്ട് നേരെ വിട്ടത് മാവിൻ്റെ ചോട്ടിലാണ് കേട്ടോ. മാങ്ങകൾ പിന്നെ ഞെരിച്ച് വീഴുന്നുണ്ടല്ലോ. അപ്പം ചെന്നപ്പം തന്നെ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് നിറച്ച് മാങ്ങ വീണ് കിടപ്പുണ്ട്. പക്ഷേ ഒന്നുപോലും നല്ലതില്ല. ഞാൻ ഇതിന് മുന്നേ തുടക്ക സമയത്ത് വീണ കുഞ്ഞു മാങ്ങകളെല്ലാം ഉപ്പിലിട്ട് വെച്ചിരുന്നത് ഞാനിപ്പോൾ അത് അച്ചാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഫ്ലോപ്പായില്ല. എൻ്റെ ആദ്യത്തെ പരീക്ഷണമൊന്നും നല്ല സക്സസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നേരെ അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് കാച്ചിലും ചേമ്പവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടിനും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് കടലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു ഉടച്ച് കറി വെക്കാനാണ് അമ്മയുടെ പരിപാടി. അപ്പോൾ കിട്ടിയ മാങ്ങ ഞാൻ അപ്പോഴേ കഴുകിയെടുത്ത് വെള്ളമൊക്കെ തോർത്തിയിട്ട് ഉപ്പും വിനാഗിരിയും മുളകും കൂടെയൊക്കെ ഇട്ട് വെച്ചാൽ മിക്സിലോട്ട് ഇട്ടവിടെ വെച്ചിട്ടുണ്ട്. അതവിടെ നിന്ന് അങ്ങോട്ട് പരുവാകട്ടെ. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് കൊഴുക്കട്ടയാണ്. അപ്പം മാവും ജീരകവും തേങ്ങയ്ക്കെല്ലാം മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വെള്ളം തിളച്ചാലേ ബാക്കി പരിപാടികൾ നടക്കുള്ളൂ. അങ്ങനെ വെള്ളം തിളച്ച് വന്ന് അതിലങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ച് ഇനി അത് തണുത്താലേ കൈയിട്ടെടുക്കാൻ പറ്റുള്ളൂ. ആ സമയം നമ്മുടെ ചേമ്പിൻ്റെ ഉടച്ച് കറക്കി അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അരപ്പും തയ്യാറാക്കിയിട്ട് വന്നപ്പോഴത്തേക്കും അമ്മ ഇവിടെ ഓരോന്നായിട്ട് അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ കൊഴുക്കട്ട വേവാൻ അധികം താമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ ചേർക്കാൻ കുളിച്ച് കുട്ടപ്പായിട്ട് നിൽപ്പുണ്ട്. ഭയങ്കര കുഴപ്പമാണ് കേട്ടോ. ബൈ ദ ബൈ നമ്മുടെ കൊഴുക്കട്ട വലിയ താല്പര്യം എനിക്കില്ലെങ്കിലും പക്ഷേ അതിൻ്റെ കൂടെയുള്ള ചമ്മന്തി എൻ്റെ പൊന്നോ അപാര ടേസ്റ്റാണ് കേട്ടോ. മുട്ടയൊക്കെ ഇട്ട് വെച്ചതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ രാവിലത്തെ പരിപാടികളെല്ലാം തീർന്നപ്പം ഇനി കുറച്ച് സ്വന്തം കാര്യം നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കറ്റാർവാഴ പറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തലയിലോ മുഖത്തൊക്കെ തേച്ച് ഇന്നൊരു അടിപൊളി കുളി അങ്ങോട്ട് പാസ്സാക്കണം. അപ്പോൾ ബൈ.